എതിരാളികളെ ഒതുക്കുന്നതിൽ കുപ്രസിദ്ധരായവരാണ് CPM. പ്രത്യേകിച്ച് അധികാരം കയ്യിലുള്ളപ്പോഴാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, കൊന്നു തള്ളും, എന്നിട്ട് ആത്മഹത്യയാക്കും. അതല്ലെങ്കിൽ ബിനാമി പ്രതിയെ ഇറക്കും. യഥാർത്ഥ പ്രതികൾക്ക് അടുത്ത ദൗത്യം ഏറ്റെടുക്കാം. ഇതുതന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലും സംഭവിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരാത്ത വിവരങ്ങൾ ഒട്ടനവധിയാണ്. നവീൻ ബാബുവിൻ്റേത് ദുരൂഹ മരണമാണെന്നിരിക്കെ ആത്മഹത്യയെന്നാരോപിച്ച് ആത്മഹത്യാ പ്രവണത കുറ്റം ചുമത്തി PP ദിവ്യയെ കുറെ നാൾ ഒളിവിൽ പാർപ്പിച്ചു. ശേഷം ദിവ്യയെ സുരക്ഷിതമായി കീഴടങ്ങലിന് വിധേയയാക്കി. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന PP ദിവ്യയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങളൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചതായും ഒരിടത്തും റിപ്പോർട്ടുകളില്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയതും എന്നാൽ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതുമായ നിരവധി വിവരങ്ങൾ അടങ്ങുന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ എന്തു നടപടിയെടുത്തു എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് PP ദിവ്യ തന്നെ ആയിരുന്നു എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IASന്റെ കണ്ടെത്തൽ. ഈ വിവരം ആ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്നത്. എന്നാൽ പുറത്തു വരാത്ത നിരവധി വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കണ്ണൂരിലെ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. പൈതൽമല, സഫാരി പാർക്ക് തുടങ്ങിയ ഇടങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതികളെക്കുറിച്ച് നവീൻ ബാബുവിന് വ്യക്തമായി അറിയാമായിരുന്നിരിക്കണം. അത് പല ഉന്നതന്മാരുടെയും ഉറക്കം കെടുത്തി. കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കാതെ അവർ അവസരത്തിനായി കാത്തിരുന്നു. കണ്ണൂരിലാവുമ്പോൾ പദ്ധതികൾ നടപ്പിലാക്കാൻ എളുപ്പമാണല്ലോ. നവീൻ ബാബു ജീവനോടെ കണ്ണൂരിൽ നിന്നും പോകുന്നത് വമ്പന്മാരുടെ തലയുരുളാൻ കാരണമായേക്കുമെന്നുള്ളതുകൊണ്ട് തന്നെയാകണം നവീൻ ബാബുവിന്റെ ചേതനയറ്റ ശരീരം കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പാർട്ടിയുടെ ചതി മനസ്സിലാക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബം വൈകിപ്പോയി. അവർ സർക്കാരിനെ വിശ്വസിച്ചു. പിണറായി പോലീസിൽ വിശ്വാസമർപ്പിച്ചു. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നുമുണ്ടായില്ല. ആ ബോധ്യം വന്നപ്പോഴാണ് അവർ ഇപ്പോൾ പോരാട്ടത്തിനിറങ്ങുന്നത്. CBI അന്വേഷണത്തെ സർക്കാർ എതിർത്താൽ നവീൻ ബാബുവിന്റെ കുടുംബം ക്രൈംബ്രാഞ്ചിനെ എങ്കിലും ഏൽപ്പിക്കണമെന്ന നിലപാടെടുത്താൽ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രീതികളിൽ നിന്നും ഒരടി പോലും അന്വേഷണം മുന്നോട്ടു പോകില്ല എന്ന് ഉറപ്പാണ്.